ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല തെളിച്ചുള്ള ദിവസമാണ്. നല്ല സൂര്യപ്രകാശമൊക്കെയുള്ള നല്ല വെളിച്ചമുള്ളൊരു ദിവസമാണ്. കുറേ ദിവസമായിട്ട് സാധാരണ മൂടി കെട്ടിയ ദിവസങ്ങളായിരുന്നു. മഴ ഇപ്പൊ പെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ മഴ പെയ്യാറില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറമ്പിലൂടെ നടക്കാൻ ഇറങ്ങും. രാവിലെ എണീറ്റ് ഇതുപോലെ പറമ്പിലൂടെയൊക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു എനർജി കിട്ടാറുണ്ട്. ഈ അടുത്തായിട്ട് ഞാനിടുന്ന ഷോർട്സ് വീഡിയോയിലൊക്കെ നിറയെ ചെടികളും അതുപോലെ എന്തെങ്കിലുമൊക്കെ ജീവികളോ പ്രാണികളും പക്ഷികളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അത് വേറൊന്നും അല്ല കേട്ടോ, ഇതുപോലെ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്ന സമയത്ത് കാണുന്ന ഓരോ കാര്യങ്ങളാണ്. വെറുതെ ഒന്ന് നടന്നു വന്ന ശേഷമായിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളൊക്കെ തുടങ്ങുക. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ കഞ്ഞിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ അടുക്കള മുറ്റത്ത് തന്നെ ചെറിയൊരു കിണറുണ്ട്. നമ്മൾ അപ്പപ്പുള്ള ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ആ സമയത്ത് മുക്കിയെടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഏതൊരവസ്ഥയിലും, നമ്മൾ സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിലോ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ദിവസത്തിലോ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ഈ കഞ്ഞി രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. നല്ലൊരു ഉന്മേഷമായിരിക്കും ആ ദിവസം മുഴുവൻ. ആദ്യം തന്നെ ചെറുപയർ പരിപ്പും പച്ചരിയും കൂടിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി തിളച്ച വെള്ളത്തിലേക്ക് ഇടണം. ഇവിടെ കൂടുതലായിട്ടും വിറകടുപ്പിലാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുള്ളത്. വീടിന് പുറത്തായിട്ട് ഒരു റഫായിട്ടുള്ളൊരു അടുപ്പുണ്ട്. ഈ അടുപ്പില് ചോറ് വെക്കാനും അതുപോലെ വെള്ളമൊക്കെ തിളപ്പിച്ചെടുക്കാനും ഒക്കെ ആയിട്ട് കൂടുതൽ തീ ആവശ്യമുള്ള ആ സമയത്ത് ഉപയോഗിക്കാനായിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ പാടവും പറമ്പൊക്കെ ആയതുകൊണ്ട് നിറയെ വിറക് കിട്ടാറുണ്ട്. വലിയ വിറകൊക്കെ ആണെങ്കിലും ഈ അടുപ്പിലിട്ട് കത്തിക്കുക എന്നുള്ളതാണ് വേറൊരു ഗുണം. ഈ അടുപ്പിൽ പിന്നെ എല്ലാം പോകും. ആ സമയത്ത് ഇതുപോലെ പുറത്തടുപ്പുള്ളത് നല്ലതാണ്. പച്ചരിയും ചെറുപയറും തിളച്ച് വെന്ത് വരുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കണം. ശേഷം നമ്മൾ പശുവും പാലാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ പാല് ചേർക്കാതിരിക്കാം, അല്ലെങ്കിൽ തേങ്ങ ചിരവി ചേർക്കാം. എങ്ങനെയാണെങ്കിലും ടേസ്റ്റ് ആണ്. ഇവിടെ പശുവും പാലുള്ളത് കൊണ്ട് അതാണ് ചേർക്കുന്നത്. കൂടെ പപ്പടം കാച്ചിയതും മുളക് വറുത്തതും ഉണ്ട്. പപ്പടം ചുട്ടുകൊടുത്തപ്പോൾ ഒരാൾ പറയാ, ഇത് കാർബൺ അല്ലേ, പപ്പടമൊക്കെ തീയിൽ ചുട്ട് കഴിക്കാൻ പാടുമെന്ന്. ഇതൊക്കെ പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യമല്ലേ. ഇനി വല്ലാതെ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആവുകയാണെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട, സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ കഞ്ഞിയുടെ കൂടെ സാധാരണയായിട്ട് കഴിക്കാറ്. അതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ആയിരിക്കും തോന്നുന്നുണ്ടാവുന്നത്. എനിവേ, ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസത്തിന്റെ നല്ല തുടക്കമാണ്. ഇത് കാണുന്നവര് ഒരു വട്ടമെങ്കിലും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഇതിന്റെ റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.